ഗിവ് ഇറ്റ് എ ട്രൈ. നമ്മൾ എന്താ ചെയ്യാൻ പോകണം? ലിപ് കോംബോ ചെയ്യാൻ പോവാണ് കേട്ടോ. നോക്ക് നോക്ക്, അങ്ങോട്ട് നോക്ക്. കുഞ്ഞുമണി, ഇതാണ് എൻ്റെ കുഞ്ഞുമണി. ഉണ്ടോ? മീറ്റ് മിസ്റ്റർ കുഞ്ഞുമണി. മിസ്റ്റർ അല്ല, സോറി, മിസ്സിസ് ആണ് കേട്ടോ. ബട്ട് നമ്മൾ മിസ്റ്റർ എന്നിട്ട് വിളിക്കും. നമുക്ക് ലിപ് കോംബോ ചെയ്യാം. ഓ മൈ ഗോഡ്, എൻ്റെ ബെഡൊക്കെ അലക്കിയ ഡ്രസ്സാണ്. അത് അലക്കി മടക്കി വെക്കാനുണ്ട്. സോറി കേട്ടോ, നിങ്ങളതൊക്കെ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. സോ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീഷ്മ. ഞാൻ റാൻഡംലി ഇടയ്ക്കൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് റെഡി ആകുമ്പോൾ ഇനി ഡ്രസ്സ് ഞാൻ കാണിച്ചല്ലോ, അപ്പോൾ റെഡി ആവുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലിപ് കോംബോ വീഡിയോ ആയിട്ട് ചെയ്താലോ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടപ്പോൾ, അതുകൊണ്ടല്ല, എന്നാലും ചെയ്യാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാനൊരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്, ഒരു റെഡ്. സാധാരണ എല്ലാവരും ബ്രൗൺ ലിപ് ലൈനറല്ല യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന്, സോറി ഇങ്ങോട്ട് വെക്കാം അല്ലേ, സാധാരണ ബ്രൗൺ ലിപ് ലൈനറാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഓ മൈ ഗോഡ്, എൻ്റെ പൂച്ച കണ്ടോ ബെഡിൽ സ്മെല്ല് ചെയ്യണം, എന്തോ സ്മെല്ല്. കുഞ്ഞുമണീൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും. ശൂശു കഴിക്കുമെന്നാണ് പേടി. ശൂശു കഴിക്കാതിട്ടോ. അപ്പം ഞാൻ ഈ ലിപ് ലൈനറാണ് എഴുതണത്. ഈ ലിപ് ലൈനറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഒരു ലയോൺ ബ്യൂട്ടി യുഎസ് കാർഡിനൽ റെഡ് 21 ലയോൺ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് നൈസായിട്ട് എഴുതി കൊടുക്കാം. പതുക്കെ എഴുതാം, ഒരുപാട് കട്ടിയിൽ എഴുതണ്ട. ഇപ്പോൾ ലൈറ്റായിട്ട് എഴുതി കൊടുക്കാം. ഇങ്ങനെ എഴുതി കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടി കവറപ്പ് ചെയ്യും. ലിപ് ലൈനർ തന്നെ ഒന്നുകൂടി എഴുതാം, റെഡ് ലിപ് കളർ. എന്നിട്ട് ഇത് തന്നെ നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ഡാർക്കായിട്ട് ചെയ്യാം. സൈഡിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, സെൻറ്ററിൽ ഇങ്ങനെ ചെയ്യാം. ആൻഡ് ഇങ്ങനൊരു ഡിസൈൻ വരും. ഒന്ന് മൈൻഡ് ചെയ്യരുത് നമ്മൾ. ഇനി ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ വരും. ഓ മൈ ഗോഡ്, വാട്ട് കുഞ്ഞുമണി, ചേച്ചിനൊന്നും ചെയ്യാൻ സമ്മതിക്കട വാവേ. എന്നിട്ട് കുഞ്ഞുമണി ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് എടുക്കും. ഇതൊക്കെ എൻ്റെ ലിപ്സ്റ്റിക്ക് കളക്ഷൻസാണ്, ഒരുപാട് കളക്ഷൻസ്. ഓ മൈ ഗോഡ്, സച്ച് എ മിസ്. അങ്ങനെ ഇതാണ് ലിപ്സ്റ്റിക്ക്. മൊത്തം എൻ്റെ ലിപ്സ്റ്റിക്കാണ്. അത്ര അധികമൊന്നുമില്ല, എന്നാലും എൻ്റെ ദൈവമേ, ഓ മൈ ഗോഡ്. പക്ഷേ പൂച്ച തന്നെ സമ്മതിക്കും തോന്നുന്നു കേട്ടോ. ഇത്രയും ലിപ്സ്റ്റിക്കാണ് എനിക്കുള്ളത്, അധികമൊന്നുമില്ല. കുറച്ചൊക്കെ പഴയതായിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പം നമുക്ക് അതിൽ ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യാറ് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പോൾ തീർന്നു. മാൾസിൻ്റെ 1609, മാൾസ് 09, 16 അല്ല കേട്ടോ, സോറി. ഞാനങ്ങനെ ഷെയ്ഡ് നമ്പർ ഒന്നും നോക്കാറില്ല. ഇപ്പോൾ നോക്കിയാൽ ഇതുണ്ടോ, അത് ഇത്രയും യൂസ് ചെയ്തു കണ്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഇത് തിന്നണ പോലെ ആയിട്ടുണ്ട്.
തിന്നാണോന്നൊക്കെ തോന്നും. പക്ഷെ ഇത് നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കൊന്നൊരു അയ്യോ ആരോ വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയാണ് ലിപ് കോംബോ. അപ്പം നമുക്ക് ഇന്ന് ഈ കളർ എടുക്കാം. ഇതേതാണെന്നൊരു കളറ്, ഡാസ്ലറിൻ്റെ GL0025 കണ്ടോ. നിങ്ങൾക്കത് തലയിരുന്നായിരിക്കും കാണാൻ, എനിക്കറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് എന്താ സംസാരിക്കേണ്ടതൊന്നും അറിയില്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനത്തെ ലിപ് കോംബോ ഒക്കെ പറയുന്നത്. എനിക്ക് ആക്ച്വലി വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഞാൻ ഇമ്പ്രൂവ് ആയിക്കോളാം. പിന്നെ ഒരു യൂട്യൂബ് ലാംഗ്വേജ് അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക, അങ്ങനെ തന്നെ സംസാരിക്കാം. ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. സമയം മലപ്പുറത്തുള്ളതാണ് ഞാൻ. ഇതെൻ്റെ കുഞ്ഞുമണിയാണ്. Oh my God, അവിടെ ഇരി. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇടാം. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? സിതസ് എനിക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഹൗസ് ഇറ്റ്? ബ്രൗൺ സ്കിന്നിനൊക്കെ മാച്ചാവുന്ന ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ മാച്ചാവുന്ന ഒരു ലിപ് കോംബോ ആണ്. വേണമെങ്കിൽ ലിപ് ഗ്ലോസ് ഇടാം. ഞാനിപ്പോൾ ലിപ് ഗ്ലോസ് ഒന്നും ഇടുന്നില്ല. ഇതാണ് എൻ്റെ ലിപ് കോംബോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ എൻ്റെ കുഞ്ഞുമണി ഉറങ്ങുന്നുണ്ടോ? ഓ മൈ ഗോഡ്, എനിക്ക് തിന്നാൻ തോന്നും കുഞ്ഞുമണീനെ കാണുമ്പോൾ. നിങ്ങൾക്ക് അറിയില്ലെന്നില്ല, എനിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒബ്സഷൻ പോലെയാണ്. ഞാനൊരു അറൗണ്ട് 10 വർഷമൊക്കെ ആയി പൂച്ചനെ വളർത്താൻ. കുറേ തലമുറകളോളം പൂച്ചകളെ വളർത്തി. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഫസ്റ്റ് മേക്കപ്പ് വീഡിയോ ആയിട്ട് വരും തോന്നുന്നു എനിക്ക്. സ്കിൻ കെയറൊക്കെ ഞാൻ എപ്പോഴോ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയറൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.